പ്രണയത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ. ഒരു വശത്ത് ജിമ്മിയുടെ മനസ്സിൽ വളരുന്ന സിൽവിയോടുള്ള സ്നേഹം, മറുവശത്ത് കുടുംബത്തെ ഞെട്ടിച്ച ഒരു അപ്രതീക്ഷിത വാർത്ത. ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിലൂടെ മുന്നേറുന്ന നാമ്പെടുക്കുന്ന പ്രണയം ഇനി അത്യധികം വികാരഭരിതമായ 45-ാം ഭാഗത്തിലേക്ക്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുമല്ലോ. എന്നാ പറയാനാണാവൂ ജിമ്മി സാർ ഒരുങ്ങി വരുന്നത് എന്നാണ് സിൽവി ആലോചിച്ചത്. തന്നോട് എന്തെങ്കിലും പറയാൻ സാറിന് ഇത്രയെല്ലാം ഒരുക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? അതായിരുന്നു അവളുടെ സംശയം. ഏതായാലും റെഡിയായി പറയാൻ വരുന്നതല്ലേ, സമ്മതം പറഞ്ഞേക്കാം. സാറിനെ നിരാശപ്പെടുത്തരുതല്ലോ. എന്നോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ സാറിന് സമയമോ സൗകര്യമോ ചോദിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചുമ്മാതെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ കേട്ടുകൊള്ളുകയില്ലേ? അതൊക്കെ ശരി തന്നെ. എന്നാലും എല്ലാ സമയത്തും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. തിരക്ക് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? ഞാനിപ്പോൾ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുകയല്ലല്ലോ, ചുമ്മാ സാറിനൊപ്പം നടക്കുകയല്ലേ. ഇനി അങ്ങനെയാണെങ്കിലും സിൽവി കേൾക്കും. ഒരു തിരക്കും അതിന് തടസ്സമല്ല. സാറ് പറഞ്ഞോന്നേ. എന്തായാലും അടുത്ത കൊല്ലമാകുമ്പോഴേക്കും സ്കൂളിൽ തനിക്ക് സ്ഥിര നിയമനമാകും. ഏതാണ്ട് ആ സമയമാകുമ്പോഴേക്കും എൻ്റെ വീട് പണിയും കഴിയും. ജിമ്മി അല്പസമയം നിർത്തി. പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ കാര്യം പറയാനൊരുങ്ങും പോലെ. അതിനടുത്ത ഒരു സമയം നോക്കി കല്യാണാലോചനയുമായി വീട്ടിലേക്ക് വന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനു മുൻപ് തന്നോടൊന്ന് അഭിപ്രായം ചോദിച്ചേക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് കേട്ടിട്ട് ഞെട്ടൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അതിനെന്തിനാ മുന്നേ എൻ്റെ അഭിപ്രായം ചോദിക്കുന്നത്? വീട്ടിൽ വന്ന് എൻ്റെ ചാച്ചനോട് പറഞ്ഞ് പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ പോരെ? ജിമ്മി എന്തോ കൂടി പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബേബി നടന്നു വരുന്നത് കണ്ടു. അവൻ കളിക്കാൻ പോകാൻ വേണ്ടിയുള്ള വരവാണെന്ന് തോന്നുന്നു. ഏതായാലും സംഭാഷണം അവിടെ വെച്ച് മുറിഞ്ഞു. തീരുമാനമായി ഒന്നും ആർക്കും പറയാൻ കഴിഞ്ഞില്ല. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ടാളും രണ്ട് വഴിക്ക് തിരിഞ്ഞുപോയി. പരസ്പരം ഒരു കടാക്ഷം മാത്രം കൊടുത്ത് പിരിയാനേ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞുള്ളൂ. ജിമ്മി വീട്ടിലെത്തി കാപ്പി കുടി കഴിഞ്ഞതേ ഉള്ളൂ, കുളിച്ചുപോലുമില്ല. അപ്പോഴേക്കും അപ്പച്ചൻ ചേട്ടൻ തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു. വരവത്ര പന്തിയല്ലല്ലോ, എന്നതായിരിക്കും? ജിമ്മി ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആണ്ടേ, പിന്നെയും ടെൻഷൻ കൂട്ടുകയാണല്ലോ ദൈവമേ. വിളിച്ചാൽ ചെല്ലാതിരിക്കാനും പറ്റില്ല. അയാൾ വേഗം ഇറങ്ങിച്ചെന്നു. അപ്പോൾ തന്നെ അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞു തുടങ്ങി. നെല്ലിമറ്റത്തു നിന്നും ഒരു ഫോൺ വന്നിരുന്നു. അന്നമ്മച്ചേടത്തിയുടെ ആങ്ങളയില്ലേ പാപ്പച്ചൻ ചേട്ടൻ, ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിലാണ്. സംഗതി അല്പം സീരിയസ് ആണ് എന്നാണ് വിവരം കിട്ടിയത്. നിങ്ങളെ എത്രയും വേഗം അറിയിക്കാൻ പറഞ്ഞു. ഓഫീസിൽ വിളിച്ചിട്ട് ആരും എടുത്തില്ല പോലും. ഓഫീസ് സമയം കഴിഞ്ഞില്ലേ, എല്ലാവരും പോയി കാണും. ആരാ വിളിച്ചു പറഞ്ഞത്? ഏത് ആശുപത്രിയിലാണെന്നോ വല്ലതും പറഞ്ഞോ? അടുത്തു തന്നെയുള്ള ആശുപത്രി എന്നാണ് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ചോദിച്ചുമില്ല. അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാൻ മേലേ? നിങ്ങൾക്കറിയാവുന്ന സ്ഥലമല്ലേ? പിന്നെ നിങ്ങൾക്ക് പോകാനോ മറ്റോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ജീപ്പ് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒരു ഡ്രൈവറെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. അത്രയും വിവരം പറഞ്ഞ് അധികം വൈകാതെ അപ്പച്ചൻ ചേട്ടൻ തിരിച്ചുപോയി.
കാര്യം പറഞ്ഞാൽ ജിമ്മിക്ക് പാപ്പച്ചൻ അമ്മാവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അമ്മാവന് ഹാർട്ട് അറ്റാക്ക് വന്നു, മരിക്കാൻ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കും ഒരല്പം വിഷമം വന്നു. മാത്രവുമല്ല, ഇനി ആ കാരണത്തിന് അമ്മച്ചിയുടെ കരച്ചിൽ കാണണമല്ലോ എന്നതായിരുന്നു അടുത്ത വിഷമം. എന്ത് കാരണത്തിനായാലും അമ്മച്ചി കരയുന്നത് ജിമ്മിക്കിഷ്ടമല്ല. അത് കാണുമ്പോൾ ജിമ്മിയുടെ ഹൃദയം പൊടിയും. അവിടെ ഒരു പ്രത്യേക തരം ദണ്ണം ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും ഈ വിവരം അറിയുമ്പോൾ അമ്മച്ചി ആർത്തലച്ച് കരയാതിരിക്കില്ല. കാരണം എത്രയായാലും ആശുപത്രിയിൽ കിടക്കുന്നത് സ്വന്തം കൂടപ്പിറപ്പാണല്ലോ. അന്ന് തൻ്റെ തലയിൽ ഒരു പണച്ചാക്കിനെ കെട്ടിവെപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കിയ ആളാണ് പാപ്പച്ചനമ്മാവൻ. ആ അമ്മാവനാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത്. വിവരം അമ്മച്ചിയോട് പറയുക എന്നതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. എന്നാലും അതിന് മറ്റാരെയും ഏൽപ്പിക്കാൻ കഴിയുകയുമില്ല. താൻ തന്നെ അത് പറയണം. വേറെ ആര് പറഞ്ഞാലും അല്പമെങ്കിലും വിഷമം കൂടുകയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. താമസിക്കാതെ തന്നെ ഇവിടെ നിന്ന് പോവുകയും വേണം. അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന രീതിയിലാണല്ലോ അപ്പച്ചൻ ചേട്ടനോട് അവർ വിളിച്ചു പറഞ്ഞത്. നേരത്തെ ചെല്ലട്ടെ എന്ന് കരുതി കാണും. അതുകൊണ്ട് ഇനി താമസിപ്പിച്ചാൽ ശരിയാവില്ല. അമ്മച്ചി കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ എങ്ങോട്ട് പോയി? എത്ര പോയാലും ഈ ക്വാർട്ടേഴ്സിൽ ഇച്ചിരി സ്ഥലത്ത് വേണ്ടേ പോകാൻ? ജിമ്മി സിറ്റ് ഔട്ടിലും ഹാളിലുമൊക്കെ നോക്കി, കണ്ടില്ല. അമ്മച്ചി ഇതെവിടെ പോയിരിക്കുന്നു? കാണുന്നില്ലല്ലോ. തെരഞ്ഞു ചെന്നപ്പോൾ അടുക്കളയുടെ മൂലയ്ക്ക് വെറുതെ ഇരിപ്പാണ്. അമ്മച്ചി എന്നാ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? എന്നാ പറ്റി? വല്ല സുഖമില്ലായ്കയുമാണോ? അങ്ങനെയൊന്നുമില്ലടാ. എന്നാലും എന്തോ ഒരു അരുതായിക പോലെ തോന്നുന്നു. അതേ ഉള്ളൂ. നിനക്കെന്നാ ഇപ്പോൾ വേണ്ടത്? ഇനിയും കാപ്പി വേണോ? അമ്മച്ചി റെഡിയായിക്കേ. നമുക്ക് നെല്ലിമറ്റം വരെ ഒന്ന് പോകണം. എന്തോ അത്യാവശ്യമാണ്. അമ്മച്ചിയേനെയും കൂട്ടി ചെല്ലണമെന്ന് കൊച്ചമ്മാവൻ പറഞ്ഞു. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അവിടെ ചെല്ലുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റിയില്ല. ആർക്കേലും വല്ല ദണ്ണവുമാണോ ദൈവമേ? നീ എന്നതാടാ ഒളിക്കുന്നത്? കാര്യം പറയടാ മോനെ. ഞാൻ നുണ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അത്രമാത്രം. അമ്മച്ചി പോകാൻ റെഡിയാകുകയല്ലേ? ഞാൻ വണ്ടി വിളിച്ചോട്ടെ? വണ്ടി വിളിച്ചോ? നിനക്കിനി കാപ്പിയോ മറ്റോ വേണോ? ഇല്ലെങ്കിൽ ഞാൻ വേഷം മാറാൻ പോവുകയാണ്. വണ്ടി വരുന്നതിന് കുറച്ചു മുമ്പ് സാറാമ്മ ചേട്ടത്തിയും സിൽവിയും ബേബിയും കൂടി അവിടേക്ക് വന്നിരുന്നു. അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അന്നമ്മ ചേട്ടത്തി കരച്ചിലോ മറ്റോ ആണെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനാണ് അവരെല്ലാം ഒരുമിച്ച് വന്നത്. അവരെ കൂടി കണ്ടപ്പോൾ ചേട്ടത്തിക്ക് സങ്കടവും സംശയവും കൂടി. അവർ വെറുതെ വന്നതാണെന്ന് പറഞ്ഞത് ചേട്ടത്തിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലായിരുന്നു. ഏതായാലും സംശയത്തോടെയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി. വാഹനത്തിൽ കയറുന്നതിന് മുൻപ് ചേട്ടത്തി സാറാമ്മയോട് വിവരം ചോദിച്ചു. ഇവനിത് മുഴുവൻ പറയുന്നില്ല സാറാമ്മേ. സംഭവിച്ചതെന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമാകുമായിരുന്നു. ഏതായാലും ഞാൻ കാര്യമങ്ങ് പറഞ്ഞേക്കാം ചേട്ടത്തി. ജിമ്മിക്ക് മുഴുവൻ പറയാൻ ബുദ്ധിമുട്ടാണ്. ചേട്ടത്തിയുടെ ആങ്ങള പാപ്പച്ചൻ ചേട്ടന് നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ചേട്ടത്തിയോട് ഒന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞു. ചേട്ടത്തി കരഞ്ഞു. ബഹളം വെച്ചെങ്കിലോ എന്ന് പേടിച്ചാണ് ജിമ്മി വിവരം പറയാഞ്ഞത്. അതുകൊണ്ട് കരയുകയൊന്നും വേണ്ട, സന്തോഷത്തോടെ പോയി ആങ്ങളയെ കണ്ടിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് വന്നേക്കണം.
ഞങ്ങൾക്ക് ഇവിടെ ആകെയുള്ള ആളാ. അതിനാണോ ജിമ്മി നീ ഇത്രയും ഒളിച്ചു വെച്ചത്? നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാമായിരുന്നു എന്തോ നീ മറച്ചു വയ്ക്കുന്നു എന്ന്. ഇത്രയുമായിരുന്നെങ്കിൽ അമ്മയോട് പറയുന്നത് എന്തിനാടാ മടിച്ചത്? എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. അവിടെ വരെ ചെല്ലാനേ പറഞ്ഞുള്ളൂ. അതിന് ശേഷമായിരിക്കും അപ്പച്ചൻ ചേട്ടനെ വിളിച്ചതും വിവരങ്ങളൊക്കെ പറഞ്ഞതും. അത് ഞാനെങ്ങനെ അറിയാനാ? പറഞ്ഞാലല്ലേ അറിയൂ. പിന്നെ ഞാനുണ്ടോ അപ്പച്ചൻ ചേട്ടനെ കണ്ടു? അന്നമ്മ ചേട്ടത്തി സാമാന്യം ശക്തിയായ തോതിൽ കരയാൻ തുടങ്ങിയിരുന്നു. എനിക്കാകെയുള്ള മൂത്ത കൂടപ്പിറപ്പാണവൻ. എന്തു പറ്റിയതാണാവും? എന്തെങ്കിലും കാര്യമായിട്ടുണ്ടായിരിക്കും. അതാണ് അവൻ എന്നെ വിളിച്ചത്. പണ്ടും പറ്റാത്തപ്പോൾ അവൻ എന്നെ ആയിരുന്നു വിളിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ. മൂക്ക് പിഴിഞ്ഞുകൊണ്ടും കണ്ണ് തുടച്ചുകൊണ്ടും ചേടത്തി വണ്ടിയിൽ കയറാൻ നടന്നു വന്നു. മകൻ്റെ ഒത്തുകളിയും സംസാരവുമെല്ലാം കേട്ടപ്പോൾ ഇപ്പോൾ അല്പം വിഷമകരമായ സാഹചര്യമാണെങ്കിൽ കൂടി സിൽവിക്ക് ചിരിയാണ് വന്നത്. അവളേതായാലും ചിരിച്ചില്ല. അവരെ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റി നെല്ലിമറ്റത്തിന് പറഞ്ഞു വിട്ടിട്ടാണ് അവർ മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പച്ചൻ ചേട്ടന് എന്തുപറ്റി കാണും? അവർ നെല്ലിമറ്റത്ത് ചെല്ലുമ്പോഴേക്കും അയാൾക്ക് ഭേദമാകുമോ അതോ കൂടുതലാകുമോ? ജിമ്മിയുടെയും സിൽവിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാവും സംഭവിക്കുക? അമ്മാവൻ്റെ ആരോഗ്യനില എങ്ങനെയാകും? വികാരനിർഭരമായ നിമിഷങ്ങളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. ഈ കഥ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി കാണാം.